സമൂഹത്തിന്റെ മനസ്സിലിച്ചുകൊണ്ട് കരുണയുടെ ഒറ്റവാക്കുകൊണ്ട് ഒരു സമൂഹത്തിൽ നടത്തിയ മഹാശക്തി അദ്ദേഹത്തിന്റെ തത്വചിന്തകൾ ജീവിതത്തിന് ഒരു വെളിച്ചം തന്നെ മാത്രമല്ല ദൈവത്തിന്റെ മനസ്സിനെ മാറുകയും വിദ്യാലയങ്ങളുണരട്ടെ ഇനി വിദ്യയിൽ മാനവനുണരട്ടെ ഋഷി സത്തമനാം കവിവരെ
കഴുത്തറ്റു കിടന്നു ചോരയിൽ പിടയുന്നു പൊന്മകൻ. ചതി തിരിച്ചറിഞ്ഞവനെന്നു മിഴിയിലെന്തേ തീപ്പിളക്കം കുളി വീഴ്ത്തി കൊന്നു. ഉള്ളിൽ അസൂയ മൂത്ത പെരുന്തച്ചൻ കുലം കാക്കാനുള്ള മകനെ എന്നു വിധിയെഴുതുന്നു ലോകം. കഥയറിയാം എന്നാലും നേരാക്കറിയാം. तेरे जैसा कोई नहीं है, नहीं सौ दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं है। गाया जहाँ भी बस तेरी याद थी, जो मेरे साथ थी, मुझको तड़पा दिल लाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। माँ तुझे सलाम, माँ तुझे सलाम, अम्मा तुझे सलाम। वंदे मातरम, वंदे मातरम, वंदे मातरम। കശ്യപനും പത്നി അകിരിലേക്കും പുത്രനായി പിറന്നോരോമൽ സൂര്യൻ നവഗ്രഹമധ്യേ ജ്വലിക്കും പ്രഭയായി നിത്യസത്യമായി സർവാധിപതിയായി. ഉജ്ജ്വല പ്രജ്വല ശോഭയായി കാതലായി സർവാംഗ സാക്ഷിയായി കിരണമായി ഉണരുന്നു പുലരിയിൽ സന്ധ്യയിൽ. പുലരിയിൽ മാലനായി അശ്വരഥത്തിൽ വരും ഉച്ചയ്ക്ക് കത്തിജ്വലിക്കും കൗമാരമായി അംശുദായകൻ അരുണൻ താപനാഥൻ ആരും കൊതിക്കും അരവിന്ദൻ. ഒടുവിൽ വാർദ്ധക്യ കർമ്മസാക്ഷി പകൽമണി മായുന്നു ആഴി. ആദിത്യൻ സുധായകൻ സുധരൻ നർക്കൻ ദിനേശൻ ദിനമണി ദിവാകരൻ ദിനകരൻ. മധുരം തന്നോ കൈതപ്പൂ മണമെന്റെ ചന്ദ്രനാക്ഷി. ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നോ. ആതിരക്കുളിരിൽ പോലും മനസ്സിൽ ചൂട്. കൊഞ്ചും കുയിൽ പോലെ കവിത പാട മൃദുമധുമൊഴി
മനസ്സകമേ മുഖത്ത് തീർത്ത് നിലവുകൾ കൊടുത്ത് നാഗമാലയെടുത്ത് മകുമതിയാം മണിമന്ദത്തിണങ്ങുവാൻ മണവാള ഗീതമാരുന്നേ കനവുകളുദിത്ത് തളിർമണം കൊടുത്ത് തുടിനൊടി കൊടുത്ത് മണമിയലും പരാശക്തി നീയേ പരമേശ്വരി പൂരം എരിത്തവൾ ജിഞ്ചനക്കണ ധുംടനക്കണ ധിംടനക്കണ ധുണ്ടുണുക ധിംടനക്കണ ധോംടനക്കണ താനെ തന്തിന താനെ പഞ്ചവൻ കാട്ടിലെ ഇണക്കിളികൾ രണ്ടും പഞ്ചവടിയിലെ തോണിയിലേറി അങ്ങേ കുന്നിലെ പൂമരക്കൊമ്പിൽ കൂടുവച്ചു വാഴാം പെണ്ണെ അങ്ങേ കുന്നിലെ ചട്ടിപ്പഴക്കുല കൊത്തി പറക്കാം പെണ്ണെ അയ്യേ പെണ്ണെ നാണിക്കുന്നേ എന്റെ ഞാനും നീയുമല്ലേ വസന്തം പിറന്നു പൂകൾ വിരിഞ്ഞു കാനനമാകെ പൂത്തുലഞ്ഞു കൂടുവച്ചു ഇണക്കിളി മുട്ടയിട്ടു ഒരു നാൾ മുട്ട വിരിഞ്ഞു കിളിക്കുഞ്ഞു പിറന്നു വസന്തം പോയി മറഞ്ഞു ഇലകൾ കൊഴിഞ്ഞു വീണു കാനനമാകെ വിളക്കൊലിച്ചു മീനമാസത്തിലെ നട്ടുച്ച നേരത്ത് പെട്ടെന്നതാ ആടിപ്പടർന്നു അഗ്നിദേവന്റെ സംഹാര താണ്ഡവത്തിൽ പെട്ടുപോയ കുടുംബം കാട്ടുതീയിൽ പെട്ട കുടുംബം പറക്കാൻ കഴിയാത്ത ഉണ്ണികളെ ഇനി എന്തു ഞാൻ ചെയ്യേണ്ടു ദൈവങ്ങളെ ഞങ്ങൾ മരിച്ചിടും സത്യമല്ലേ അമ്മേ ഞങ്ങളുടെ കൂടെ മരിക്കരുതേ അരുതേ സ്നേഹം പകരുവാൻ രാരിരം പാടുവാൻ ഇനിയും സന്തതികൾ പിറക്കുമമ്മേ വന്നെടുത്തുവന്നിതൻ കൂട്ടമായി ഞങ്ങളുടെ കൂടെ മരിക്കരുതേ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുമമ്മേ പുണ്യഹം പെയ്യുന്നുണ്ടേ
കോപപ്പുരിമേലെ അയ്യപ്പനേറുന്നുണ്ടേ, അയ്യയ്യ കരികാലം തീരുന്നുണ്ടേ. പാലഴിച്ചിലൂടെ പായും പമ്പി നിന്നെ കൂടുള്ള പൊന്നയ്യൻ ചാത്തുന്നുണ്ടേ. പഞ്ചാദ്രിനാഥനി സന്നിധാനത്തിലെ സന്യാസിത്തികൾ പഞ്ചഭൂതങ്ങളും പാടി നമിക്കുന്ന സംക്രാന്തി കനികൾ ചന്ദന പൂനില പട്ടുപൂരയ്ക്കുന്ന വേദാന്തത്തിടമ്പ് നൊന്തു വിളിക്കുമ്പോൾ അന്തികത്തെത്തുന്ന കൽപ്പാന്തക്കുളിര് ഹരിഹരസുതനടിയനെ ഇനി സാന്ത്വനത്തേരൂട്ട് ദേവം പ്രസന്നം ശുണ്ടാദണ്ഡാഢ്യ ഗണ്ഡാകൈതൈ മദചലോലം മത്താളിമാലം ശ്രീമന്തം വിഘ്നരാജം സകല സുഖകരം ശ്രീഗണേശം നമാമി. ശ്രീഗണേശം നമാമി. സാരസനയനൻ ശ്രീപത്മനാഭൻ സാമോദം വാഴും ഭൂതലേ ആനന്ദപൂരേ. സാരസനയനൻ ശ്രീപത്മനാഭൻ സാമോദം വാഴും ഭൂതലേ ആനന്ദപൂരേ. സുന്ദരിമാരേ പോരിൻ സാരസാക്ഷൻ തന്നേ സാരസഗീതം പാടി ആടിടാം ചിമ്മി. സാരസനയനൻ ശ്രീപത്മനാഭൻ സാമോദം വാഴും ഭൂതലേ. എല്ലാവർക്കും നമസ്കാരം. പാനൂർ ഗുരുസന്നിധിയുടെ 44ാമത് വാർഷിക മഹോത്സവം ഇന്ന് കൃത്യം 6:30 നടന്ന കൊടിയേറ്റത്തോടുകൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ്. അതിനു മുന്നേ നടന്ന ഘോഷയാത്ര, അതേപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ധ്വജസ്തംഭ സമർപ്പണം, ദീപസ്തംഭ സമർപ്പണം എന്നീ ചടങ്ങുകൾ ഇവിടെ നടന്നതിന് നമ്മളെല്ലാവരും സാക്ഷിയായവരാണ്. ഗുരുസന്നിധിയുടെ 44 വർഷത്തെ ചരിത്രത്തിൻ്റെ ആ 44 വർഷത്തിലെ ഒരു നാഴിക കല്ലായി ഈ വർഷത്തെ വാർഷിക മഹോത്സവം മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനിയും നമ്മുടെ ഈ സ്ഥാപനം, ഗുരുസന്നിധി എന്നുള്ള മഹത്തായ സ്ഥാപനം, അതിൻ്റെ വളർച്ചയുടെ
ആ ഒരു പ്രയാണം തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നല്ല നമസ്കാരം. പറയുവാൻ ഏറെയുണ്ട്. കാര്യങ്ങൾ വിശദമായി പിന്നീട് ഒരു അവസരത്തിലാകാം. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് നമ്മുടെ ദിവ്യാനന്ദഗിരി സ്വാമികളുടെ പ്രഭാഷണത്തിനാണ്. അദ്ദേഹത്തിന് 9 മണിക്ക് തന്നെ തലശ്ശേരിയിൽ എത്തിച്ചേരണം. അദ്ദേഹത്തിന് ട്രെയിനിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും 2-3 കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെ ഗുരുസന്നിധിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ഈ ഒരു അവസരം വളരെ ധന്യമായ, പ്രൗഢമായ, വളരെ ഗംഭീരമായ ഒരു ചടങ്ങിനാണ് ഇന്നലെ നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് അതിലുപരിയായി ഏറെ സന്തോഷത്തോടു കൂടി പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വർണ്ണശബളമായ ഒരു ഘോഷയാത്ര ഗുരുസന്നിധിയിൽ എത്തിയപ്പോൾ ഗുരുസന്നിധിയുടെ തിരുമുറ്റത്ത് ഉയർന്ന ധ്വജസ്തംഭത്തിൽ മനോഹരമായ പീതപതാക ഉയർന്നപ്പോൾ അത് ഈ വാനിലിരുന്ന് കാണുന്ന ഈ ഗുരുസന്നിധിയുടെ പൂർവികരായ ഒരുപാട് പേർ, ഒരുപാട് സ്മരിക്കപ്പെടേണ്ട വ്യക്തികൾ അവരൊക്കെയുണ്ട്. അവരൊക്കെ ഇന്ന് ആ നക്ഷത്രങ്ങൾ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ നമ്മെ പറ്റി നമ്മളോട് സന്തോഷിക്കുന്നുണ്ടാകാം. അവരെയൊക്കെ നമിച്ചുകൊണ്ട് ഈ പാനൂർ ഗുരുസന്നിധിയുടെ വാർഷിക മഹോത്സവത്തിൻ്റെ അതുപോലെ തന്നെ ധ്വജസ്തംഭത്തിൻ്റെയും ദീപസ്തംഭത്തിൻ്റെയും സമർപ്പണം ഇന്നലെ നടന്നു കഴിഞ്ഞു. മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിന് 44 വർഷം പിന്നിടുമ്പോൾ നമുക്കൊക്കെ സാക്ഷിയാകാൻ അത് ഒരു ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ വാർഷിക ജനറൽ ബോഡിയിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നപ്പോൾ കൊടിമര നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും ഇത് പിന്നീട് അങ്ങോട്ട് നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു സമിതികൾ ചേരുകയും ആ ഒരു ആലോചനയുടെ ഫലമായി ഇന്നലെ നവംബർ 25-ന് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. 3 ദിവസത്തെ ഉത്സവം ആഘോഷിക്കുകയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ അതേ സ്വരൂപം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നട്ടെല്ലാണ് ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് പറയുന്നത്. അപ്പം ഗുരുവിൻ്റെ ക്ഷേത്രസങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഗുരു ആദ്യകാലങ്ങളിലൊക്കെ ധാരാളം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ അറിവോടുകൂടി ഗുരു നേരിട്ട് നടത്തിയ 2 പ്രതിഷ്ഠയേ ഉള്ളൂ. ഒന്ന് അരിവുപ്പുറം പ്രതിഷ്ഠയും ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയും. മറ്റുള്ള പ്രതിഷ്ഠകളൊക്കെ തന്നെ ഗുരുവിനോട് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടതിനു ശേഷം ഗുരു നിർവഹിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ മാത്രമാണ്. ഏകദേശം 73-ൽ പരം ക്ഷേത്രങ്ങളിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരുദേവൻ്റെ ശിഷ്യന്മാരും ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. ഗുരു ആദ്യം 1888-ൽ മഹാശിവരാത്രി നാളിൽ അരിയുപ്പുറത്ത് ഒരു പാറയുടെ മുകളിൽ ഒരു ശില എടുത്തു വെച്ച് ആ ശിലാസ്വരൂപത്തെ തൻ്റെ ആത്മചൈതന്യമായി കണ്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ആരാധിക്കാൻ ഒരു ആരാധനാലയം ആദ്യമായി തുറന്നു തന്ന അരിയുപ്പുറത്താണ്. ആ ഒരു ചരിത്ര ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ഒരു വേദി പങ്കിടാനും എന്നെ ശ്രവിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചത് ആ ഗുരുവിൻ്റെ പുണ്യം കൊണ്ട് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഗുരുവിൻ്റെ ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രം ഒരു മൂലയ്ക്ക് ഇരുന്നു കൊള്ളട്ടെ. അതിനോടനുബന്ധിച്ച് നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും നല്ല ഒരു വായനശാലയും അതേപോലെ തന്നെ മനോഹരമായ ഒരു പൂന്തോട്ടവും വേണം. ഇതാണ് ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പം. ഗുരു ഏകദേശം 1922 കാലഘട്ടത്തിന് ശേഷം ഗുരു പറഞ്ഞത് ഇനിയും ക്ഷേത്രം സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല, അതിനു പകരം വിദ്യാലയങ്ങൾ സ്ഥാപിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം കാഴ്ചപ്പാട് ഗുരുവിനുണ്ടായിരുന്നു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ 8 വിഷയങ്ങളിൽ ഒരു വിഷയമായിരുന്നു വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതികളും യുവാക്കളുമൊക്കെ സമൂഹത്തിൽ
നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഗുരുവിൻ്റെ വളരെ വലുതായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തിന് 8 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസത്തിന് ഗുരു പ്രാധാന്യം കൊടുത്തു. അതേപോലെ തന്നെ മറ്റൊരു പ്രാധാന്യമാണ് ശുചിത്വം. എവിടെ നിന്നാണ് ശുചിത്വം തുടങ്ങുന്നുള്ളത്? എവിടെ നിന്നാണ് ശുചിത്വം തുടങ്ങേണ്ടത്? ശുചിത്വം തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, 5 ശുദ്ധികളുണ്ട്. നമ്മളൊക്കെ ഇപ്പം ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. 41 ദിവസത്തെ വ്രതം എടുത്ത് വ്രതാനുഷ്ഠത്തോടു കൂടി നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നുണ്ട്. എന്താണ് ഈ വ്രതം? വ്രതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ 41 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്. ഗുരു തന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ ഭക്തന്മാർ പറഞ്ഞ് ഒരു വ്രതാനുഷ്ഠാന സമ്പ്രദായം വേണമെന്ന്. അപ്പം ഗുരു പറഞ്ഞ് ബുദ്ധൻ്റെ പഞ്ചശുദ്ധി വ്രതം അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. അതും 10 ദിവസം മാത്രം മതി. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ആർക്കും തന്നെ വളരെ 10 അതിൽ കൂടുതലോ ഉള്ള ദിവസങ്ങൾ വ്രതം എടുക്കാൻ സാധിക്കുകയില്ല. ലഘുവായ ഒരു വ്രത അനുഷ്ഠാനം. വ്രതം എന്ന് പറയുമ്പം തന്നെ നമ്മൾ നിത്യവും ജീവിച്ച ഒരു ജീവിത ശൈലിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആത്മീയമായ ഒരു അവസ്ഥയിലേക്ക്, മറ്റുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ച് പുതിയ ഒരവസ്ഥയിലേക്ക്, ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടുന്ന ഒരു മഹായജ്ഞമാണ് വ്രതം.